ഹലോ ഒരുവൺ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ SSC CHSL അല്ലെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവലിലെ എക്സാമിനേഷനായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെല്ലാം ടയർ 2 വേണ്ടി കാത്തിരിക്കുന്നവരാണെന്ന് നിങ്ങളെന്നറിയാം. അതേപോലെ കട്ട് ഓഫിന് വേണ്ടി അല്ലെ എത്രത്തോളം ആയിരിക്കും കട്ട് ഓഫ് എന്നതിനെ കുറിച്ചിട്ട് എന്താണ് ആഗ്രഹിച്ചിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്നവരാണ് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വന്നിരിക്കുന്നത് പ്രധാനമായിട്ട് ഈ പറയുന്ന SSC CHSL അതേപോലെ തന്നെ എക്സ്പെക്ടഡ് കട്ട് ഓഫ് എന്തായിരിക്കും, ടയർ 2 എന്നായിരിക്കും, അതേപോലെ തന്നെ കൂടെ തന്നെ CGL-ന്റെ CGL-ആയിട്ട് ബന്ധപ്പെട്ടുള്ള എക്സാമിനേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞു പോകുന്നതാണ്. വീഡിയോ മുഴുവനായിട്ട് എന്ത് ചെയ്യുക, കണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ SSC MTS-ന് വേണ്ടി അല്ലെ, SSC MTS-ന്റെ എന്താണ് എക്സാമിനേഷൻ വരാൻ വേണ്ടി ഇരിക്കുകയാണ് ആണല്ലോ. അപ്പോൾ SSC MTS-ന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെങ്കിൽ നമ്മുടെ AZB അക്കാഡമി SSC MTS-ന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് MTS-ലേക്ക് ഒരു ഡീപ്പ് ഡൈവ് നമ്മൾ നടത്തി, നമ്മൾ ഈ പറയുന്ന നിങ്ങൾക്ക് പരീക്ഷകളിലൂടെ അല്ലെ പറഞ്ഞ പ്രീവിയസ് ഇയർ എക്സാമിനേഷൻസിലൂടെ നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷകളിലൂടെ, ചോദ്യങ്ങളിലൂടെ, ഉത്തരങ്ങളിലൂടെ അതെങ്ങനെയാണ് ഉത്തരം കണ്ടെത്തുന്നതിൽ രീതിയിൽ ഒരു PYQ എക്സാം ബാച്ച് നമ്മൾ ഇതിനോട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 20 ഫുൾ ലെങ്ത് ടെസ്റ്റുകളും അതേപോലെ അനാലിസിസ് സെക്ഷൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സെക്ഷൻസ്, ലൈവ് ഇന്ററാക്റ്റീവ് സെക്ഷൻസ്, അതേപോലെ തന്നെ പ്രധാനപ്പെട്ട GK, ഇംഗ്ലീഷ്, കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് നമ്മൾ നൽകി വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ SSC MTS-ലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ AZB അക്കാഡമിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. എന്ത് ചെയ്യാം, ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാം. അതല്ല ആപ്പുമായിട്ട് ബന്ധപ്പെട്ടോ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടോ എന്ത് സംശയം ഉണ്ടായും താഴെ കാണാൻ നമ്മൾ വിളിച്ച് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒട്ടും അടിക്കേണ്ട, പെട്ടെന്ന് എന്ത് ചെയ്യാൻ, ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അല്ലേ. നിങ്ങൾ എന്താണ് ഇപ്പം നിങ്ങൾക്കറിയാം MTS-ന്റെ ഒക്കെ എക്സാമിനേഷൻ വരികയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ച കാര്യങ്ങളൊക്കെ എന്ത് ഉറപ്പുവരുത്തി മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ആണല്ലോ അല്ലേ. അറിയാം ഒരു നിശ്ചിത ടൈം പീരീഡിനുള്ളിൽ ഇത്രയും ചോദ്യങ്ങൾ എന്ത് ചെയ്യണം, ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്. അതിന് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട് അല്ലേ. പിന്നെ സിലബസ് മാത്രം പഠിച്ചാൽ മാത്രം പോരാ, നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ പ്രിസിഷനും ആക്യുറസിയും അല്ലേ, ഇപ്പം ടൈം മാനേജ്മെൻറ്റും എല്ലാം നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യണം, അത് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ താഴെ കാണാൻ നമ്മൾ വിളിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറ്റി അറിയാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് എന്ത് ചെയ്യാം, എന്തായാലും വീഡിയോയിലേക്ക് കടന്നാലോ. വീഡിയോയിലേക്ക് കടക്കാം. പ്രധാനമായിട്ട് നമ്മുടെ CHSL, നമ്മുടെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എന്ന് പറഞ്ഞാൽ 10+2 ലെവൽ എക്സാമിനേഷൻ ആണ് അല്ലേ. അതിന്റെ ഫസ്റ്റ് അതിന് വിളിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഈ പറയുന്ന 18/7/2025 എന്ത് ചെയ്യുന്നത്, അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അല്ലെ പറയുന്ന 23/6/2025 എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ വന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. അതേപോലെ തന്നെ ഈ പറയുന്ന എക്സാമിനേഷൻ നടത്താൻ വേണ്ടി ഇരുന്നത് പ്രധാനമായിട്ട് 8/9/2025 ആ സമയങ്ങളിലേക്കാണ് ടയർ 1 നടത്താൻ വേണ്ടി ഇരുന്നത് അല്ലെ. ടയർ 2 2026 ഫെബ്രുവരി മാസങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം അവർ എന്ത് ചെയ്യുന്നത് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം CGL-ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ഡേറ്റുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു, അവർ കലണ്ടർ ഇറക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതാണ് എന്ത് ചെയ്യുന്നത്, CHSL ബന്ധപ്പെട്ട അവർ കലണ്ടർ എന്ത് ചെയ്യുന്നത് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിങ്ങൾക്കറിയാം ഈ CGL-ലെ മറ്റ് എക്സാമിനേഷൻ്റെ ഒക്കെ എന്ത് ചെയ്യുന്നത് ഒരു ചെറിയൊരു വിഷയം കാരണം എന്ത് ചെയ്യുന്നില്ല, ഇത് കറക്റ്റായിട്ട് നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കുന്നില്ല. നമ്മൾ പറഞ്ഞ CGL അവർ നടത്താവുന്ന തീയതിയേക്കാൾ എന്ത് ചെയ്യണം, ഇച്ചിരി കൂടെ അങ്ങോട്ട് നീട്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് എക്സാമിനേഷൻ നടത്തുന്നത്. കാരണം ഈ പറഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ നടത്താൻ വേണ്ടിയിരുന്ന നമ്മുടെ CGL എക്സാമിനേഷൻ നടത്തുന്നത് ഏകദേശം ഈ പറയുന്ന സെപ്റ്റംബർ മാസത്തിൽ എക്സാമിനേഷൻ നടത്തുന്നുണ്ട് അല്ലേ. സെപ്റ്റംബർ മാസമാണ് എന്ത് ചെയ്യുന്നത് എക്സാം എന്ത് ചെയ്യുന്നത് നടത്തുന്നത്. അതിനകത്ത് ഒരുപാട് വിഷയങ്ങൾ വന്നതിനെ ചൊല്ലി പിൽക്കാലത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അത് ഒക്ടോബറിൽ അല്ലേ പറഞ്ഞ റീ എക്സാം എന്ത് ചെയ്യുന്നുണ്ടോ ഒക്ടോബർ മാസം ഈ പറഞ്ഞ 14-ാം തീയതി ഒക്കെ ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ രീതിയിൽ നടത്തുന്നുണ്ടായിരുന്നു അല്ലെ. കമ്പൈൻഡ് ഗ്രാജുവേഷൻ ലെവൽ എക്സാമിനേഷൻ നടത്തുന്നുണ്ടായിരുന്നു. അത് കാരണം അവരുടെ ഈ പറയുന്ന ടയർ 1 ഡിസംബർ 2025 ആകുമ്പോഴത്തേന് എന്ത് ചെയ്യും, അതിന്റെ ടയർ 1-ന്റെ റിസൾട്ട് ഒക്കെ എന്ത് പബ്ലിഷ് ചെയ്യുന്നതാണ് പറയുന്നത്. ടയർ 1-ന്റെ ഈ പറഞ്ഞ ഡിസംബർ 2025 ഈ പറയുന്നത് ഡിസംബർ പകുതിയാവും കേട്ടോ. ഡിസംബർ ഒരു മിഡൊക്കെ ആകുമ്പോഴേ എന്ത് ചെയ്യുന്നുള്ളൂ, മിഡ് കഴിയും. എനിക്കൊന്ന് ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേ എന്ത് ചെയ്യുന്നുള്ളൂ, പറഞ്ഞ മിഡ് അല്ലെങ്കിൽ ലാസ്റ്റ് ഇപ്പൊ തന്നെ ഒരു 20-25 അങ്ങോട്ട് കഴിയുമ്പോഴത്തേനെ ഈ പറയുന്ന രീതിയിൽ 25 പറയുമ്പോൾ ലാസ്റ്റ് ആവും അല്ലെ. ആ ഒരു സമയത്തൊക്കെ എന്ത് വരത്തുള്ളൂ, ഈ പറഞ്ഞ ടയർ 1-ന്റെ ഒക്കെ റിസൾട്ട് എന്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ഡിസംബർ അവസാനമാവും. മിഡെന്ന് നിങ്ങൾ കണക്കൂട്ടണ്ട, നിങ്ങൾ ലാസ്റ്റ് നിന്ന് കണക്കൂട്ടിയാൽ മതി അല്ലെ. മിഡെന്ന് കണക്കൂട്ടണ്ട, നിങ്ങൾ ഇപ്പൊ ലാസ്റ്റ് നിന്ന് കണക്കൂട്ടിയാൽ തന്നെ ഏകദേശം ഈ പറയുന്ന രീതിയിൽ CGL-ന്റെ എന്ത് ചെയ്യും റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യും പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പൊ അതങ്ങോട്ട് നീണ്ടുപോയത് കൊണ്ട് തന്നെ ഇപ്പം CHSL എന്ത് ചെയ്യുന്ന എക്സാമിനേഷൻ എന്ത് ചെയ്യും അവർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അങ്ങനെ CHSL-ന്റെ ടയർ 1 എക്സാം എന്ന് പറയുന്നത് നവംബർ മാസം 12-30 തീയതികളുടെ ഇടയിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് നടന്നിട്ടുണ്ടായിരുന്നത്. CHSL-ന്റെ അല്ലെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവലിന്റെ എക്സാമിനേഷൻ എന്ത് ചെയ്യുന്നത് നടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ അതിന്റെ റിസൾട്ട് ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നത് ഒരു ഏകദേശം ഒരു 40 അല്ലെങ്കിൽ ഒരു 40 ദിവസത്തിൽ കൂടുതൽ നമുക്ക് എടുക്കാം
അല്ലെ? നിങ്ങൾക്കറിയാം നവംബർ മാസം ആയതുകൊണ്ട് തന്നെ 10-40 ദിവസമെങ്കിലും എടുക്കും എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ? ഒരു 40-42 ദിവസമെങ്കിലും എന്തെടുക്കും റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി എടുക്കും. 42 ദിവസമെങ്കിലും എന്ത് ചെയ്യും റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി എടുക്കും. ആണല്ലോ, റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ ഈ പറഞ്ഞ ജനുവരി മാസം ആദ്യ ആഴ്ച അല്ലെങ്കിൽ ആദ്യ ആഴ്ചയുടെ അവസാനത്തോട് കൂടി തന്നെ അല്ലെ നമുക്ക് എന്ത് ചെയ്യാം ഈ പറഞ്ഞ CHSLന്റെ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. CHSLന്റെ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ജനുവരി മാസത്തേക്ക് ഈ പറയുന്ന എക്സാമിനേഷന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ടയർ 1ന്റെ എക്സാമിനേഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ടയർ 2ന്റെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് അതിനുശേഷം ജനുവരി മാസം കഴിഞ്ഞ് ഈ പറഞ്ഞ ഫെബ്രുവരി മാർച്ച് അടുത്ത മാസങ്ങളിലായിട്ട് ഫെബ്രുവരി മാർച്ച് എന്നീ പറയുന്ന മാസങ്ങളിലായിട്ട് എന്ത് ചെയ്യും ഈ പറഞ്ഞ ടയർ 2 എക്സാമിന് എന്ത് ചെയ്യും നടത്തുന്നതാണെന്നുള്ളതാണ്. ടയർ 1ന്റെ എക്സാം നവംബർ മാസങ്ങളിലായിരുന്നു. ഞാൻ പറഞ്ഞു CGLന്റെ ഒരു ലേറ്റ് ആയതുകൊണ്ട് തന്നെ അത് ഇച്ചിരി ഇങ്ങോട്ട് നീണ്ടു പോയി. അതുകൊണ്ടാണ് നമ്മുടെ ഈ പറഞ്ഞ MDSന്റെ ഡേറ്റ് എന്ത് ചെയ്യുന്നത് ഇച്ചിരി അങ്ങോട്ട് നീണ്ടു പോയിട്ടുണ്ടായിരുന്നത്. അപ്പം CHSL ഡേറ്റ് നീണ്ടുപോയതുകൊണ്ടാണ് നവംബർ മാസം 12 മുതൽ 30 തീയതികളിലായിട്ട് ഇപ്പോൾ CHSL എക്സാമിനേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്, അല്ലെ? അതേപോലെ തന്നെ നമുക്ക് റിസൾട്ട് എന്ന് പറയുന്നത് പറഞ്ഞു ജനുവരി മാസം ആദ്യത്തോടു കൂടി ജനുവരി മാസം ആദ്യ ആഴ്ച അല്ലെങ്കിൽ ആദ്യ ആഴ്ചയുടെ ഒരു ആദ്യ ആഴ്ചയുടെ അവസാനമൊക്കെ നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി. അവസാനത്തേക്ക് എന്ത് ചെയ്യും പറയുന്ന രീതിയിൽ റിസൾട്ട് എന്ത് ചെയ്യും ഉണ്ടാവുന്നതാണ്. അതിനായിട്ട് ടയർ 2ന്റെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ടയർ 2 എന്ന് പറയുന്നത് ഈ പറഞ്ഞ രീതിയിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിരിക്കും എന്ത് ചെയ്യുന്നത് നടത്തുന്നത് എന്നുള്ളതാണ്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിരിക്കും ടയർ 2 എക്സാം എന്ത് ചെയ്യുന്നത് നടത്തുന്നത്. ഓക്കെ, അതേപോലെ തന്നെ കട്ട് ഓഫിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മുൻ വർഷങ്ങളുടെ കട്ട് ഓഫ് ഒന്ന് അനലൈസ് ചെയ്തതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത് കട്ട് ഓഫിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അതായത് 2021 ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 4893 വേക്കൻസികളായിരുന്നു CHSL റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് മൊത്തത്തിൽ 140 ആയിരുന്നു എന്ത് ചെയ്തത് ജനറൽ. ഇത് അൺറിസർവ്ഡ് കാറ്റഗറിയാണ് കേട്ടോ, ജനറൽ കാറ്റഗറിയാണ്. ഇതിലും കുറവാണ് ആർക്ക് വരുന്നത് ഈ പറഞ്ഞ OBC SC ST വിഭാഗത്തിന് ഇതിലും കുറവാണ് എന്ത് ചെയ്യുന്നത് കട്ട് ഓഫ് വരുന്നത്. ഓക്കെ, പറയുന്നത് 130 ഈ പറയുന്ന സംതിങ് ആ ഒരു ലെവലിലേക്ക് എന്ത് ചെയ്യും ഈ പറയുന്ന SC ST OBC വിഭാഗത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് കുറയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം 140 ആയിരുന്നു എന്ത് ചെയ്യുന്നത് അന്നത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. 2022 ആകുമ്പോഴത്തേന് വേക്കൻസി പിന്നെയും കുറയുന്നുണ്ട്, 4776 ആയിട്ട് വേക്കൻസി കുറയുന്നുണ്ട്. അപ്പൊ അതിന് കട്ട് ഓഫ് എന്ന് പറയുന്നത് 157.7 ആണ്. ഓക്കെ, 157.7 ആയിട്ട് എന്ത് ചെയ്യുന്നു കട്ട് ഓഫ് ഉയരുന്നുണ്ട്. 2023 ആകുമ്പോഴത്തേന് 1600 ആയിട്ട് വലിയൊരു ഫാൾ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കില്ല. 4776 നിന്ന് 1600 എന്ന് പറയുന്ന എന്ത് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എന്ത് കുറയുന്നുണ്ട് 2023 എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന വേക്കൻസി കുറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ആ കട്ട് ഓഫ് എന്താണ് 153 ആ ഒരു റേഞ്ച് 150 മുകളിലായിട്ട് 153.91 എന്ന് പറയുന്ന ഒരു റേഞ്ചിലാണ് എന്ത് ചെയ്യുന്നത് കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. 2004 ആകുമ്പോഴത്തേന് എന്ത് ചെയ്യുന്നു 2024 ആകുമ്പോഴത്തേന് 1600 വലിച്ചിരി എന്ത് ചെയ്യുന്നു ഒരു എന്താണ് വേക്കൻസി കൂടി വന്നിട്ട് കാണാം. അതായത് 3712 വേക്കൻസി ഉയരുന്നുണ്ട്, അല്ലെ? വേക്കൻസി ആണ് ഉയർന്നപ്പോൾ അതിന്റെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നു 157.36. 157.36 ആണ്. അതായത് ഓരോ വർഷവും കൂടിയും കുറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നത് പറഞ്ഞ രീതിയിൽ കട്ട് ഓഫ് പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ 2025 അല്ലെ 2025 മുഴുവനായിട്ട് വന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസികൾ എന്ന് പറയുന്നത് 3113 വേക്കൻസികളാണ്. 3131 എന്നാണത് വേക്കൻസികളാണ് എന്ത് ചെയ്യുന്നത് വന്നിട്ടുണ്ടായിരുന്നത്, വേക്കൻസിയാണ് എന്ത് ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏകദേശം ഒരു കട്ട് ഓഫ് നമുക്ക് കട്ട് ഓഫ് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് 150നും 155നും ഇടയിലാണ്. 150 അല്ലെങ്കിൽ 155നും ഇടയിൽ മാത്രം നമുക്ക് എന്തെങ്കിലും കട്ട് ഓഫ് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഓക്കെ, കാരണം ഈ ഒരു ട്രെൻഡ് ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് 150-155 ഇടയിലായിരിക്കും ചെയ്യുന്നത് കട്ട് ഓഫ് വരുന്നത് എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ എക്സാമിനേഷൻ ടഫ്നെസ്സും മറ്റും കൺസിഡർ ചെയ്തുകൊണ്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും വേരിയേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും, അല്ലെ? നിങ്ങൾ നോക്കിയേ ഈ പറയുന്ന കഴിഞ്ഞ വർഷങ്ങളിൽ 2024 3712 വേക്കൻസികളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിനേക്കാൾ ഇച്ചിരി കുറവാണ് ഈ വർഷം. 3131 വേക്കൻസി ഈ വർഷം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ, അല്ലെ? അപ്പൊ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഈ പറയുന്ന 157 വേക്കൻസി 2024 ഉണ്ടായിരുന്നു. ഈ വട്ടവും പറഞ്ഞ 157 വരെ പോലെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് അതിനുള്ളിൽ ഈ പറയുന്ന 55-നുള്ളിൽ തന്നെ, അതായത് 150-നും 155-നും ഇടയിൽ ഈ പറയുന്ന രീതിയിൽ കട്ട് ഓഫ് വരികയുള്ളൂ. ഓക്കെ, കട്ട് ഓഫ് വരാൻ സാധ്യതയുള്ളൂ, അല്ലെ? 150-നും 55-നും ഇടയിൽ എന്തെങ്കിലും കട്ട് ഓഫ് വരാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്, അല്ലെ? 100 മാർക്കിനാണ് എന്ത് ചെയ്യുന്നത് എക്സാമിനേഷൻ വരുന്നത്. അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ 150-155 ഇടയിലൊക്കെ മേടിച്ചിട്ടുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യാം ഏകദേശം സേഫ് സ്കോർ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും, അല്ലെ? അപ്പൊ നിങ്ങൾ എപ്പോഴും പരീക്ഷ എഴുതുമ്പോൾ ഈ പറയുന്ന രീതിയിൽ 150-ന് മുകളിലോട്ട് മേടിച്ചിട്ടുണ്ടെന്ന് എന്ത് ചെയ്യുന്നത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ചെയ്യേണ്ടത്. 150-നും 155-നും ഇടയിലുള്ള ഒരു സംഖ്യ ആണെങ്കിൽ എന്ത് ചെയ്യേണ്ട വലിയ ടെൻഷന്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ,
അത് നമ്മൾ പ്രധാനമായിട്ട് ഇത് പറയുന്ന മുൻ വർഷങ്ങളിൽ നമ്മൾ ഈ പറയുന്ന വേക്കൻസികളും അതേപോലെ തന്നെ കട്ട് ഓഫ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഒന്ന് നോക്കിയതിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഈ പറഞ്ഞ 150 155 ഈ പറഞ്ഞ കട്ട് ഓഫ് ഉള്ളിൽ എന്ത് ചെയ്യും വരും എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു റേഞ്ചിനിടയിൽ എന്ത് ചെയ്യുള്ളൂ, വേക്കൻസികൾ റിപ്പോർട്ട് ആവുകയുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ഇതിനിടയിൽ എന്ത് റിപ്പോർട്ടുകൾ ഈ പറഞ്ഞ വേക്കൻസികൾ എന്ത് ചെയ്യുള്ളൂ വരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇതിന്റെ ഒരു ടയർ 2 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഈ പറയുന്ന ഫെബ്രുവരി മാർച്ചിലേക്കാണ് ഇതിന് ടയർ 2 വരുന്നത്. അപ്പൊ ഈ പറഞ്ഞ ടയർ 1 ക്വാളിഫൈ ചെയ്തവർക്ക് മാത്രമേ ടയർ 2ലേക്ക് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ടയർ 1 ക്വാളിഫൈ ചെയ്തവർക്ക് മാത്രമേ ടയർ 2ലേക്ക് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന എന്താണ് ബോൺ സീറ്റൊക്കെ വരുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരിക്കും ഈ പറയുന്ന എത്രത്തോളം ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം അത് വെച്ച് കണക്ക് കൂട്ടുക. നിങ്ങൾ ഈ പറഞ്ഞ 150 അല്ലെങ്കിൽ 155 എന്ത് ചെയ്യണം, അതാണ് ഏകദേശം സേഫ് സ്കോർ ആയിട്ട് നമുക്ക് വരുന്നത് അല്ലെ. ഈ പറയുന്ന 150 താഴെ പോവാൻ വളരെ സാധ്യത കുറവാണ് അല്ലെ. നിങ്ങൾ ഈ ട്രെൻഡ് നിങ്ങൾക്ക് അനലൈസ് ചെയ്താൽ തന്നെ മനസ്സിലാവും. 2021 ശേഷം 140 താഴെ പോയിട്ടില്ല അല്ലെ, 140 താഴെ പോയിട്ടില്ല. എല്ലാം ഈ പറഞ്ഞ 150 ഉള്ളൂ. 150 തന്നെയാണ് എന്ത് ചെയ്യുന്നത് വേക്കൻസി വന്നിട്ടുള്ളത്. 155 മുകളിൽ പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാതെ 150 താഴെ ഓക്കെ അല്ലേ ഒട്ടും വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത്ര തന്നെ എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ ടയർ 1 കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഫെബ്രുവരി മാർച്ച് തന്നെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ രീതിയിൽ ടയർ 2 അവർ എന്ത് ചെയ്യും കണ്ടക്ട് ചെയ്യുന്നതാണ്. ടയർ 1ന്റെ എക്സാമിനേഷൻ കഴിഞ്ഞാൽ ടയർ 2 എന്ത് ചെയ്യും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ട് കണ്ടക്ട് ചെയ്യുന്നതാണ്. അപ്പം ആരും വിഷമിക്കൊന്നും വേണ്ട. ഈ വട്ടം ക്ലിയർ ചെയ്യാൻ പറ്റാത്തവർക്ക് എന്ത് ചെയ്യാം, അടുത്ത വർഷം എന്ത് ചെയ്യാം നല്ല രീതി ഇച്ചിരിയും കൂടെ എഫോർട്ടൊക്കെ ഇട്ട് എന്ത് ചെയ്യാതെ നിങ്ങൾ ഒന്ന് പരിശ്രമിച്ചാൽ മതി, എന്ത് ചെയ്യും തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വട്ടം ഒന്ന് പാളിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ MGS നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അല്ലേ. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലേ. ഇപ്പം ജനുവരി മാസങ്ങളിലൊക്കെ ആയിരിക്കും, ജനുവരി ഒരു ഇച്ചിരിയുടെ പകുതിയൊക്കെ ആകുമ്പോഴായിരിക്കും പറയുന്ന MDSനൊക്കെ ചെയ്യുന്നത് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ MDSന് വേണ്ടി എന്ത് ചെയ്യാൻ ഇനി തയ്യാറെടുക്കുക എന്നുള്ളതാണ്. CHSൽ കൈവിട്ട് പോയി നിങ്ങൾ തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം MDSന് വേണ്ടി നിങ്ങൾക്ക് തയ്യാറെടുക്കാം. ഓക്കെ, ഒന്നിന്റെ അവസാനമല്ല അല്ലേ. ഇപ്പം ഏതെല്ലാം ഒരു എന്താണ് തോൽവികളൊക്കെ മറ്റൊന്നേലും ഒരു ജയത്തിന്റെ ഒരു തുടക്കമാണെന്ന് എന്ത് ചെയ്യുക വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അല്ലേ. ഒരു തോൽവി എന്നല്ല, തോൽവിയല്ല. ഓക്കെ, എല്ലാം നമ്മൾ എന്താണ് നമ്മൾ ഓരോ പാഠം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ഇനി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിക്കുകയാണെന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഇതുകൂടി പറയട്ടെ, നമ്മൾ MTSന് വേണ്ടിയിട്ട് പുതിയൊരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. MTS PYQ സ്പെഷ്യലിന് വേണ്ടിയുള്ള പ്രത്യേകം ബാച്ചാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം തീർച്ചയായിട്ടും നമുക്ക് ആ ധൈര്യത്തോടു കൂടി തന്നെ എന്ത് ചെയ്യാം നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എന്ത് ചെയ്യുക AZB അക്കാഡമിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോർ അവൈലബിൾ ആണ്. എന്ത് ചെയ്യുക ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യുക. അതേപോലെ തന്നെ ആ കോഴ്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മൾ തൊട്ടതായിട്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുക. ഒട്ടും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഡീമോട്ടിവേറ്റഡ് ആവരുത് എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ കിട്ടിയവരെല്ലാം ഇനിയൊരു പഠനം ഇനി എനിക്ക് ഈ റേഞ്ചിൽ പോയാൽ മതി എന്നുള്ള വിശ്വസിച്ചിരിക്കരുത്. ഇച്ചിരിയും കൂടെ എന്താണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എഫോർട്ടൊക്കെ ഇട്ട് ടയർ 2ന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക പഠിക്കാൻ ഇരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി പുസ്തകമൊക്കെ അടച്ചു വെച്ചിരിക്കരുത്, എന്ത് ചെയ്യണം നല്ല രീതിയിൽ എഫോർട്ട് ഇട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. താങ്ക് യു.